ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റാണീസ് കിച്ചൺ. ഇന്ന് നമുക്ക് അരിപ്പൊടിയും പാലും കുറച്ച് പഞ്ചസാരയും വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ പേട എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് റാണീസ് കിച്ചൺ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റൈസ് പേട ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് തയ്യാറാക്കണം. ഞാനിവിടെ കുറച്ച് തേങ്ങ തിരുവിയിട്ട് മിക്സിയിലൊന്ന് അടിച്ച ശേഷം ഈ പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. തേങ്ങ തിരുവിയെടുക്കുമ്പോൾ തേങ്ങയുടെ മുകൾ ഭാഗത്തു നിന്ന് മാത്രം തിരുവിയെടുക്കണം. ഒട്ടും തന്നെ ചിരട്ടയിൽ തട്ടരുത്. അതുപോലെ ചിരട്ടയിൽ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. തേങ്ങയിൽ അല്പം പോലും ചിരട്ടയുടെ പൊടിയൊന്നും വീഴാതിരിക്കാനായിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നല്ല വൈറ്റ് കളർ തന്നെ ഇരിക്കാനാണ് ചിരട്ട കഴുകി വൃത്തിയാക്കിയിട്ട് തിരുവണമെന്ന് പറയുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഗ്യാസ് ഓണാക്കിയ ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ മാറ്റി ലോ ഫ്ലെയിമിൽ വെച്ച് 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഡ്രൈ ആയിട്ട് വരും. തേങ്ങയുടെ പാലെല്ലാം നന്നായിട്ട് വറ്റിയിട്ട് ഡ്രൈ ആയിട്ട് വരും. എന്നാൽ കളർ ഒട്ടും തന്നെ മാറരുത്. ഇതുപോലെ ആയി കിട്ടണം. ഇനി ഇത് ഒന്ന് തണുത്ത ശേഷം മിക്സിയിൽ ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കണം. ഇനി ഞാൻ മറ്റൊരു പാനിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയാണിത്. അരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നന്നായിട്ട് വറുത്ത പൊടിയാണെങ്കിലും ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നന്നായിട്ട് വറുത്ത ശേഷം അതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ പാനിലേക്ക് തന്നെ കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1.25 കപ്പ് പാലൊഴിക്കുന്നുണ്ട്. നമ്മൾ അരിപ്പൊടിയൊക്കെ അളന്ന കപ്പിൽ 1.25 കപ്പ് പാല് വേണം അളക്കാൻ. പാലൊഴിച്ച് കൊടുക്കാം. ഇനി ഈ പാലൊന്ന് തിളപ്പിക്കണം. പാലിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. പാല് തിളച്ച ശേഷം ഗ്യാസ് ഒന്ന് കുറച്ച് വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. പാല് കുറച്ചൊന്ന് വറ്റുന്നത് വരെ ഗ്യാസ് കുറച്ച് വയ്ക്കണം. പാലിപ്പോൾ കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് ഒന്ന് തീ കുറച്ച് വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് പഞ്ചസാര ചേർക്കാം. അരിപ്പൊടിയുടെ അതേ അളവിൽ പഞ്ചസാര ചേർക്കണം. 1 കപ്പ് അരിപ്പൊടി എടുത്തപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് വരണം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇപ്പോൾ പഞ്ചസാര എല്ലാം നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം അരിപ്പൊടി കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കണം. കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. കുറേശ്ശായിട്ട് ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഈ അരിപ്പൊടി ഒന്ന് വെന്ത് വരണം. വെന്ത് നന്നായിട്ടൊന്ന് കുറുകി വരണം. ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. കുറേശ്ശായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. മുഴുവൻ ഇട്ട ശേഷം കുറച്ച് സമയം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് റോസ് എസൻസ് ചേർക്കുന്നുണ്ട്. റോസ് വൈറ്റ് എസൻസ് ആണിത്. ഇതില്ലെങ്കിൽ ഏലക്കയുടെ പൊടി ചേർത്താലും മതിയാകും. ഒരു 1-2 ഡ്രോപ്സ് മാത്രമേ ചേർക്കാവൂ. കൂടിപ്പോകരുത്. ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. റോസ് എസൻസ് ചേർക്കുമ്പോൾ നേരത്തെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനത് വിട്ടുപോയതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്തത്. നന്നായിട്ടൊന്നുകൂടെ ഇളക്കിയെടുക്കാം. അതിനുശേഷം തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാനായിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബോളായിട്ട് ഉരുട്ടിയെടുക്കണം.
എത്ര വലിപ്പത്തിലുള്ള ബോൾസ് വേണോ അതിനനുസരിച്ച്, പേട വേണോ അതിനനുസരിച്ച് ഉരുട്ടിയെടുക്കാം. ആദ്യം കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. അതിനുശേഷം ഇതുപോലെ ഏതെങ്കിലും ബോർഡിലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ അമർത്തി കൊടുത്താൽ മതി. പേടയുടെ ഷേപ്പിൽ കിട്ടും. നല്ല സ്മൂത്തായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പേടയാണിത്. ഇനി ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് മുക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കണം. നമ്മൾ ബേക്കറിയിലൊക്കെ കിട്ടുന്ന അതേപോലെ പേടയാണിത്. കഴിക്കാനും കാണാനും അതുപോലത്തെ തന്നെയാണിത്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നായിരിക്കും. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, വലിയ പാടൊന്നുമില്ല. അത് നമ്മുടെ പേട റെഡി ആയിട്ടുണ്ട്. അടുത്തത് ഞാൻ ഇതുപോലെ റെഡിയാക്കി കാണിക്കാം. ഇതുപോലെ മുഴുവനും റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ മുഴുവനും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് കുറച്ച് പിസ്ത വെച്ച് ഞാൻ ഡെക്കറേറ്റ് എടുക്കുകയാണ്. പിസ്തയോ ഏതെങ്കിലും നട്ട്സ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, അല്ലെങ്കിൽ ചെറിയോ എന്തെങ്കിലും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പേടയാണിത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.